സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ദൈവവചനമായി നിൽപ്പാൻ ദൈവം തന്ന ബലത്തിനായി, ആരോഗ്യത്തിനായി, ദൈവകൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരോടും പിണക്കമുണ്ടായിട്ടല്ല. ഞാൻ 1-2 ചർച്ചസൂടെ ദൈവം ഓപ്പണാക്കി തന്നു. വല്ലാർപാടത്തൊരു IPC ചർച്ചും, പിന്നെ അതേപോലെ തന്നെ ഇവിടെ സീനിയർ സിറ്റിസൺ ഹാളിൽ ഒരു IPC കൂടെ കുറേ നാളായിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ സാവകാശം കിട്ടിയപ്പോൾ ഞാൻ അവിടേക്ക് പോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കാതെ പോയത്. പ്രാർത്ഥനയിൽ മിക്കവാറും എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മത്തായി ബ്രദർ പറഞ്ഞതുപോലെ അങ്ങനെ അത്ര വലിയ സ്നേഹവും ബഹുമാനവുമാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ മഹത്വം ദൈവത്തിന് കരയറ്റുകയാണ്. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-14 കിടന്നു. നിന്റെ വഴി എന്നെ അറിയിക്കണമേ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയത്ത് അടുത്തു വരികയാണ്. സംഭവപരമായ ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. പിതാവേ, ഞങ്ങളൊരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിങ്കൽ ഞങ്ങൾ വന്നു നിൽക്കുമ്പോൾ ഞങ്ങളോട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സംസാരിപ്പാൻ തക്കവണ്ണം പിതാവേ ഇന്ന് പകൽക്കാലം പ്രസാദം തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി നിൽക്കുന്ന അടിയന്റെ നാവിന്മേൽ അഗ്നി അഭിഷേകം തരണം. നിന്റെ ജനത്തിന് വിളമ്പുവാൻ അടിയനെ അധികാരപ്പെടുത്തണം. വചനത്തിന്മേൽ ഏറിയ പ്രകാശനം തരണം കർത്താവേ. അങ്ങയെല്ലാം അങ്ങയുടെ മഹത്വത്തിന്, അവിടുത്തെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക്, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഈ ദൂത എവിടെയെല്ലാം ചെന്നെത്തുന്നുണ്ടോ അവിടെ എല്ലാം അനേകർ അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അപ്പച്ചന് തരുന്നു. പുത്രന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേ. മോശ ദൈവത്തോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു റിക്വസ്റ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മോശയെ ദൈവം വിളിച്ചു. ആ ഭാഗങ്ങളേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അഗ്നി ഉൾപ്പടർപ്പ് കത്തുന്നു, അവിടെ ഉൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നു. അങ്ങനെ ആ അത്ഭുതകരമായ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോശ അവിടേക്ക് ചെല്ലുകയും അതിൻ്റെ നടുവിൽ നിന്ന്, കത്തുന്ന ഉൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് ദൈവം മോശയെ വിളിച്ച് മോശയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായുള്ള ഒരു സാഹചര്യത്തിൽ ദൈവം മോശയെ വിളിച്ച് തൻ്റെ ജനമായ ഇസ്രയേലിനെ വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് മോശയെ ചുമതലപ്പെടുത്തുമ്പോൾ ന്യായമായിട്ട് മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഷോ മീ ദൈ വേസ്. നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഈ ചോദ്യം തികച്ചും ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നാൽ ദൈവം മോശയോട് ദൈവം തൻ്റെ ജനത്തെ എങ്ങനെയാണ് മരുഭൂമിയിൽ കൂടെ നടത്തി കനാൻ നാട്ടിൽ എത്തിക്കുന്നതെന്ന് ഒരു രൂപരേഖയും ദൈവം നൽകുന്നില്ല. നമ്മളോട് ആരോടെങ്കിലും പറയുക നാളെ ഇന്നടത്ത് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും എവിടാ പോകേണ്ടത്, എന്താ എൻ്റെ ലൊക്കേഷൻ മാപ്പ് ഇതാ, എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്വകച്ചും ന്യായമാണ്. അപ്പൊ മോശ ചോദിച്ചത് ന്യായം തന്നെ. പക്ഷേ ദൈവം മോശയ്ക്ക് വഴിയൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരൊറ്റ വാഗ്ദത്തം മാത്രം നൽകി, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. പ്രസൻസ് ഷാൽ കം വിത്ത് thee always. പ്രിയമുള്ളവരെ, ഒരു വർഷത്തിന്റെ ആരംഭത്തിങ്കിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ അടുത്തൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നാം എല്ലാം ഒരുങ്ങുകയാണ്. വാസ്തവത്തിൽ 31-ാം തീയതി പ്രസംഗിക്കേണ്ട ദൂതാണ്. പക്ഷെ 31-ാം തീയതി ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ദൂതാണ് ദൈവം എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് പുതിയ വർഷത്തേക്കുള്ള ദൂതായിട്ട് തന്നു. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ 2026-ൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രവചനം പറയാൻ ഒരു ദൈവദാസൻ ഇവിടെ വന്നാൽ, അതിനൊരു അഡ്വർടൈസ്മെന്റും കൊടുത്താൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? ആള് നിറഞ്ഞു കവിയല്ലേ? ഇഷ്ടംപോലെ ആള് കൂടും. കാരണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെ ഒരു ജിജ്ഞാസയുണ്ട്.
ഇന്നെന്ത് നടക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി നാളെ എന്റെ ഭാവി എന്താകും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ മലയാള മനോരമയും മംഗളവും അവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് തന്നെ അതുകൊണ്ടാണ്. ഈ മനോരമക്കാരോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവർ കലണ്ടർ ഇറക്കിയാലും അതിനകത്ത് നിങ്ങളുടെ നാളെ പഞ്ചാംഗം ഇതെല്ലാം പ്രിയമുള്ള ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോട് പറയുകയാണ്, ഒരു പേപ്പറിലെയും ഒരു മാസികയിലെയും നാളത്തെ നിങ്ങളുടെ ഇന്ന് എന്ന് പറയുന്നത് വാരഫലം നമുക്കുള്ളതല്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, അന്നത്തേക്കുള്ള ദോഷം മതി. നാളത്തെ കുറിച്ചുള്ള ദോഷം നമ്മൾ അറിയണ്ട. എന്ത് സംഭവിച്ചോട്ടെ, നമുക്കുള്ള ഏക ധൈര്യം എന്താ? ദൈവത്തിന്റെ വലിയ വാഗ്ദത്തമാണ്. വാട്ട് എവർ ഹാപ്പൻസ് ടു യു ഇൻ ദ ഇയർ 1926, God is fully responsible for that. കാരണം നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. നമുക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് അവനറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നമ്മുടെ തലയിലെ രോഗം പോലും അവൻ എണ്ണിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഭാരപ്പെടുന്നത്? നാളെ എന്ത് സംഭവിച്ചോട്ടെ. But we should not be bothered about that, because we know one who is planning our life. നമ്മുടെ ജീവിതത്തെ പദ്ധതികളെല്ലാം തയ്യാറാക്കുന്നവൻ ദൈവമാണ്. നമ്മളല്ല നമ്മുടെ ജീവിതത്തിന്റെ പദ്ധതി തയ്യാറാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പദ്ധതികളും എല്ലാ വഴികളും തയ്യാറാക്കുന്നതും നിയന്ത്രിക്കുന്നതും നടത്തുന്നതും ഈ ലോകത്തിന്റെ സൃഷ്ടാവായ വലിയവനാളുടെ ദൈവമാണ്. പ്രിയമുള്ളവരെ, മോശയെ കുറിച്ച് ഒന്ന് ചിന്തിച്ച്. മോശയോട് ദൈവം പറയുക, ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ മക്കളെ നടത്തിയ വഴികളെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാം. ദൈവം മോശയോട് പറയാം, മോശേ, നീ ഇപ്പം ചെന്ന് ഞാൻ നിന്നെ ഫറവോന്റെ അടുത്തോട്ട് അയക്കുകയാണ്. നീ അവിടെ ചെന്ന് പറയുമ്പോൾ ഫറവോൻ നിന്നെ വിശ്വസിക്കത്തില്ല. പിന്നെ ഈ 10 ബാധയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫറവോൻ എൻ്റെ ജനത്തെ വിട്ടയക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മോശ ഞരങ്ങിയും പുളി അങ്ങ് സമ്മതിക്കുക. ആയിക്കോട്ടെ, ദൈവമേ നീ ശക്തിയുള്ള ദൈവമാണ്. കാരണം ഉൾപ്പറപ്പ് കത്തുന്നു, വെന്തു പോകുന്നില്ല, എൻ്റെ വടി പാമ്പായിട്ട് തീർന്നു, പിന്നെ എൻ്റെ കൈ ഹിമം പോലെ കുഷ്ഠം നിറഞ്ഞതായി തീർന്നു, പിന്നെ ഇട്ടപ്പം നല്ല സാധാരണ പോലെ മാറി. ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നവനൊക്കെ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, സമ്മതിച്ചിരിക്കും. അത് കഴിഞ്ഞപ്പോൾ മോശയോട് പറയാം, അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ നിങ്ങൾ നേരെ ചെങ്കടലിന്റെ മുമ്പിൽ വരും. ചെങ്കടലിന്റെ മുമ്പിൽ വരുമ്പോഴേ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ജനം പിറുപിറുക്കും. ഞാൻ നിന്നോട് പറയും വടി നീട്ടാൻ. നീ വടി നീട്ടുമ്പോൾ വെള്ളം രണ്ടായിട്ട് മാറും. നിങ്ങൾ ഉണങ്ങിയ നിലത്തൂടെ അപ്പുറത്ത് കടക്കും. മോശ എന്താ പറഞ്ഞേന്? വെൽ ആൻഡ് ഗുഡ്, വെൽ ആൻഡ് ഗുഡ്, ദൈവമേ കൊള്ളാം 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 പറയോ? മോശ പറയും, ദൈവമേ നടക്കുന്ന കാര്യമെല്ലാം പറ. ചെങ്കടലോ? പ്രിയമുള്ളവരെ, ചെങ്കടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണുന്ന പോലെ ചെറിയ തോടൊന്നുമല്ല, പമ്പയാർ പോലുള്ള ചെറുതൊന്നും അല്ല. വളരെയധികം നീളവും വീതിയും ഉള്ള ഒരു വലിയ കടലാ. ഈ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ച് നീ നിന്റെ ജനത്തെ അക്കരെ നടത്തുമെന്ന് പറഞ്ഞാൽ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? മോശ ചോദിച്ചേനെ. അതുപോലെ പ്രിയമുള്ള ചില സന്ദർഭങ്ങളിൽ ദൈവം സൈലന്റ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ വിശ്വാസത്തെ ഉറക്കണം. എന്നും നമ്മൾ ശിശുക്കളെ പോലെ ആകരുത്. നാം വളരണം. പാല് കുടിക്കുന്നവർ മാത്രമല്ല, നാം ഭക്ഷിപ്പാൻ തക്കവണ്ണം നമ്മൾ വളരണം. അപ്പൊ നാം വളരണമെങ്കിൽ നമ്മൾ പ്രതികൂലങ്ങളിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെ കടക്കുമ്പോഴാണ് നാം ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രതികൂലത്തിൽ കൂടെയും പ്രയാസത്തിൽ കൂടെ കടന്നു വരുന്ന ഒരു ദൈവദാസനും ചെറിയ കാറ്റടിച്ചാലൊന്നും അവൻ വീഴത്തില്ല. ചെറിയൊരു പ്രശ്നം അവനെ തളർത്തത്തില്ല. അവൻ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് ദാനിയേലിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആഴത്തിൽ അറിയുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. ക്രിസ്ത്യൻ ജീവിതത്തിന് വലിയ മാധുര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ജീവിതത്തിന് നമ്മളെ മുമ്പോട്ട് നടത്തുന്ന എല്ലാം കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയ അനുഭവങ്ങളുടെ പാഠമാണ്. അല്ല ചില തത്വസംഹിതകളല്ല, ചിലരുടെ ബുദ്ധിയിൽ തോന്നിയതാവുന്ന കാര്യങ്ങളല്ല, മറിച്ച് ദൈവം തന്നെ അരുളി ചെയ്തതും നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മളെ മുമ്പോട്ട് നടത്തുന്നത്.
TD Jakes എന്ന് പറയുന്ന വലിയ ദൈവദാസൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യുവർ ടെസ്റ്റ് വിൽ ലീഡ് യു ടു യുവർ ടെസ്റ്റിമണീസ്. നിന്റെ ശോധനകളും പ്രശ്നങ്ങളും നിന്നെ അടുത്തൊരു സാക്ഷ്യത്തിലേക്ക് വഴി നടത്തും. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് തലശ്ശേരിയിലെ NTTF മദ്രാസിൽ നിന്ന് വന്ന വലിയൊരു ദൈവദാസന്റെ വലിയൊരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. CSIക്കാരാണ് അറേഞ്ച് ചെയ്തത്. അപ്പം അദ്ദേഹം ഇതിന്റെ പ്രസംഗം ഞാനാ ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്തതിന് മുമ്പ് അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ ഞാൻ ചെല്ലണം നിർബന്ധമുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ സ്റ്റേജിലേക്ക് കയറാറുള്ളൂ. നല്ല ദൈവമുള്ള ദൈവദാസൻ. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പ്രവചനമായിട്ട് പറഞ്ഞു, ബ്രദറ് ദൈവവചനത്തിന്റെ ആഴങ്ങളെക്കാൾ കൂടുതൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ചായിരിക്കും ഭാവിയിൽ ബ്രദറിന്റെ മെസ്സേജസ് 90% അതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രിയമുള്ള, ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, എനിക്ക് പലപ്പോഴും മറ്റുള്ളവരോട് പറയാനുള്ളത് ദൈവവചനത്തോട് ചേർത്ത് ദൈവം എന്നെ നടത്തിയ വഴികളാ, ദൈവം എന്നെ കൊണ്ടുവന്ന പാതകളാ, ഞാൻ കടന്നുപോയ തീച്ചൂളയുടെ അനുഭവങ്ങളാ, കടന്നുപോയതായിട്ടുള്ള അഗ്നിശോധനകളുടെ അനുഭവങ്ങളാ. അതാണ് എനിക്ക് പലപ്പോഴും മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നതും അതാണ് മറ്റുള്ള ജനത്തെ ബലപ്പെടുത്തുന്നതും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ദൈവം നമ്മളെ ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടെ കടത്തിവിടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശോധനയിൽ കൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ, he has got a definite plan and purpose behind it. Nothing is accidental as far as a child of God is concerned. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഒന്നും യാദൃച്ഛികമല്ല, സകലവും അവന്റെ മുൻപ്ലാൻ അനുസരിച്ച. ഇതെല്ലാം കഴിഞ്ഞ് ഓരോന്നും ദൈവം നടത്തിയ വഴികൾ ഓരോന്നും അത് കഴിഞ്ഞപ്പോ ഓക്കെ മോശ അങ്ങ് സമ്മതിച്ചു എന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞപ്പോ ദൈവം പറയാം പറവോനെയും സൈന്യത്തെയൊക്കെ ചെങ്ങളിൽ തള്ളിയിടും. മോശ പറയും കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല പ്ലാനാ. അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ മരുഭൂമിയിലോട്ട് ചെല്ലുമ്പോഴേ വെള്ളം കിട്ടാതെ ജനം പിറുപിറുക്കും, നിനക്ക് വിരോധമായി പിറുപിറുക്കും. പക്ഷേ വളരെ ദാഹിച്ച് കഴിയുമ്പോൾ നിനക്ക് അല്പം വെള്ളം കിട്ടും, പക്ഷെ ആ വെള്ളം കയ്പായിരിക്കും. ഇങ്ങനെ ഓരോന്നൊന്ന് വിശദീകരിക്കുന്നെന്ന് വിചാരിച്ച് എരിയോ കോട്ടയുടെ മുന്നേ വരും. എരിയോ കോട്ട നിങ്ങളെല്ലാം കൂടെ എരിയോ കോട്ടയ്ക്ക് ചുറ്റും 7 പ്രാവശ്യം ചുറ്റും. 7ാം പ്രാവശ്യം ചുറ്റി ആർപ്പെടുമ്പോൾ എരിയോ കോട്ടയെല്ലാം താഴോട്ട് വീഴും. ഇതൊക്കെ പറഞ്ഞാൽ മോശയെ കിട്ടുമായിരുന്നു. ഒന്ന് പറഞ്ഞാൽ കിട്ടുമോ? നിങ്ങൾ അന്നേ പോവോ? ഞാൻ പോകത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞ ദൈവമേ വേറെ എല്ലാവരും അന്വേഷിച്ചു, എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ അങ്ങ് വിശദീകരിക്കുന്നില്ല, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഈ ഓരോന്നും നിങ്ങളൊന്ന് ചിന്തിക്കണം, വീട്ടിൽ ചെന്നൊന്ന് ചിന്തിക്കണം. ഇസ്രായേൽ മക്കൾ 40 വർഷം കടന്നതായിട്ടുള്ള ഓരോ പാതകളും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ പാതകൾ ഓരോന്നും ദൈവം ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്ത് മോശയ്ക്ക് കാണിച്ചു കൊടുത്തല്ലേ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ Moses would have the last man to be the person to lead God's people to the promised land of Canaan. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ നടത്താൻ മോശയെ കിട്ടത്തില്ലായിരുന്നു. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞു, മൈ പ്രസൻസ് ഷാൽ കം വിത്ത് thee always. ഞാൻ നിനക്ക് വഴി പറഞ്ഞു തരത്തില്ല, പക്ഷേ നിനക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നീ ഏതെല്ലാം പാതയിൽ കൂടെ കടന്നു പോയാലും എന്റെ സാന്നിധ്യം ഒരു നാളും നിന്നെ വിട്ടുമാറത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഒന്ന് വിടാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം മോശയോട് പറയാ, മോശ ഇങ്ങനെയൊക്കെ ആണെങ്കിലുമേ നീ അല്പം ഒരു അനുസരണക്കേട് കാണി. ഈ അനുസരണക്കേടിന്റെ ഫലമായിട്ട് നീ കനാൻ നാട്ടിൽ പ്രവേശിക്കയില്ല. ഒരു മലയിൽ കയറി അവിടെ നിന്നോട് ഞാൻ വാഗ്ദത്ത നാടായ കനാൻ ഞാൻ നിന്നെ ഒന്ന് കാണിക്കും, നീ അവിടെ കടക്കത്തില്ല. എന്തൊരു കഷ്ടമല്ലേ! ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു കഷ്ടമാ ഈ പാട് മുഴുവൻ പെട്ട്. ഒരു സമയത്ത് മോശ പോലും ചോദിച്ചു, ദൈവമേ
ഈ ഭാരമെല്ലാം കൂടെ വഹിക്കത്തക്കോണം ഞാനാണോ ഇവരെ എല്ലാം പ്രസവിച്ചതെന്ന് പോലും മോശ ചോദിച്ചു പോയി ദൈവത്തോട്. ആ ഭാഗമൊക്കെ ഉണ്ട് ബൈബിളില്, അറിയാവുന്ന ഭാഗമാണ്. മോശ ചോദിച്ചു, ദൈവമേ ഇതെല്ലാം കൂടെ ചുമക്കാൻ ഞാനിതെന്തിനെല്ലാം കൂടെ ചുമക്കുന്നേ? ഞാനാണ് ഇവരെ പ്രസവിച്ചത്. അങ്ങനെ പോലും മോശ ചോദിച്ചു പോയി. കാരണം അത്ര കഠിനമേറിയൊരു വഴിയിൽ കൂടെ ജനത്തെ നടത്തി, സദാസമയം പിറുപിറുക്കുന്ന, സദാസമയം അടിമത്ത മനോഭാവമുള്ള ഒരു ജനത്തെ നടത്തി 40 വർഷം നടത്തി കനാൻ നാട്ടിലെ വക്കുവോളം കൊണ്ടെത്തിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത മോശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്കൊന്ന് നോക്കാം, ദൈവം പറഞ്ഞത് നിവൃത്തിയാക്കിയോ? എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന് പറഞ്ഞത് ദൈവം നിവർത്തിച്ചോ? ഓരോ സന്ദർഭങ്ങളും നമ്മൾ നോക്കിയേ. ചെങ്കടലിന്റെ മുമ്പിൽ വന്നു, വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടിയപ്പോ വെള്ളം 2ആയിട്ട് പിരിഞ്ഞു. അതുവരെ ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത സംഭവിച്ചു. കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാ, യുദ്ധം നമുക്കുള്ളതല്ല. ദൈവം ഈ നാളുകൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. എല്ലാ യുദ്ധങ്ങളും നമുക്കുള്ളതല്ല. നമുക്ക് യുദ്ധം ചെയ്യാനുള്ള ചില യുദ്ധങ്ങളുണ്ട്, പക്ഷേ എല്ലാ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചുള്ള യുദ്ധങ്ങൾ മാത്രമേ നാം ഏറ്റെടുക്കാവൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവം തമ്പുരാന് കൊടുത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മോശ ഓരോ വഴികളിലും വന്നു. ആദ്യം ദൈവം വെള്ളം കിട്ടാതെ വന്നപ്പം ദൈവം മോശയോട് എന്ത് പറഞ്ഞു? പാറയോട് കൽപ്പിക്കാം. ആ ഭാഗം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. ദൈവം മോശയോട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞതാളുടെ ഭാഗം, ആദ്യം അടിക്കാൻ പറഞ്ഞു. അടിക്കാൻ പറഞ്ഞതാളുടെ ഭാഗം നമുക്കൊന്ന് എടുക്കാം. പുറപ്പാട് പുസ്തകം 24:12. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി അവിടെ ഇരിക്കാം. അത് കൽപ്പനകൾ നൽകുന്നതാണ്. അതിനു മുൻപ് പുറപ്പാട് പുസ്തകം 17:5 മുതൽ 7 വരെ. പുറപ്പാട് പുസ്തകം 17:5 മുതൽ 7 വരെ. ഇസ്രായേൽ മൂപ്പന്മാരെ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദി അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോകാം. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജലത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. അപ്രകാരം മോശ വെള്ളം പുറപ്പെട്ടു, ധാരാളം വെള്ളം കുടിച്ചു, ജനം തൃപ്തരായി. എന്നാൽ പിന്നെയും മുമ്പോട്ട് പോയി നമ്മൾ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ സംഖ്യാപുസ്തകത്തിന്റെ ഒരു ഭാഗം നമുക്ക് നോക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 10-ാം വാക്യവും. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 7-ഉം 10-ഉം. നിന്റെ വടിയെടുത്ത് നീ സഹോദരൻ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്ക. അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം ദൈവം മോശയോട് എന്ത് പറഞ്ഞു? പാറയെ അടിക്കാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ മോശയോട് എന്ത് പറഞ്ഞു? നീ പാറയോട് ഇവിടെ ഒരു വലിയ ആത്മീയ മർമ്മമുണ്ട്. കാരണം ആ പാറ ആരായിരുന്നെന്നാ പൗലോസ് ലേഖനത്തിൽ പറയുന്നത്? യേശുവായിരുന്നു. അവർ പിന്തുടർന്ന പാത, അവർ കൂടി പാനം ചെയ്ത പാറ യേശുവായിരുന്നു. കാരണം യേശു ആകുന്ന പാറ കാൽവറി ക്രൂശിൽ തകർക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അവൻ തകർന്നത് കൊണ്ടാണ് ജീവജലത്തിന്റെ നദി അവനിൽ നിന്ന് നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറ തകർക്കപ്പെടണമായിരുന്നു. ആ തകർക്കപ്പെടലിന്റെ അടയാളമാണ് ദൈവം മോശയെ കൂടെ വെളിപ്പെടുത്തിയത്. എന്നാൽ ഒരിക്കൽ പാറ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ പാറയെ തകർക്കേണ്ട കാര്യമില്ല. ആ പാറയിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിന്റെ നദി ഞാനും നിങ്ങളും മതിയാവോളം പാനം ചെയ്താൽ മതി. ഹല്ലേലൂയ. ആ നദിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ആത്മനദി. ആ പരിശുദ്ധാത്മാവിന്റെ ആത്മനദി നാം പാനം ചെയ്ത് ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് കൂടുതൽ ബലത്തോടെ 2026 കർത്താവിന് വേണ്ടി നിൽപ്പാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മോശയുടെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. മോശ ജനത്തിന്റെ കലഹവും ഇവരുടെ ഈ അടിമത്ത മനോഭാവവും ഇവരുടെ ധാർഷ്ട്യം കൊണ്ടെല്ലാം മനസ്സുപെടുത്തിട്ട് മോശ പാറയെ കയറി അടിച്ചു. ദൈവം കൽപ്പിച്ചെന്തോ? പാറയോട് കൽപ്പിക്കുക. മോശ എന്ത് ചെയ്തു? അടിച്ചു. ഞാനും നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നു എന്ത് ചെയ്തേനെ? എന്ത് ചെയ്തേനും ബാബു? പറ, മനസ്സിൽ തോന്നുന്നു പറ. ഇനി ഞാനായിരുന്നു ഞാൻ പറഞ്ഞാനെ മോശയോട് പറഞ്ഞാനെ, എടാ മോശേ, ഞാൻ നിന്നോടെ അടിക്കാനെന്ന് പറഞ്ഞില്ലല്ലോ, കൽപ്പിക്കാനല്ലേ പറഞ്ഞല്ലോ. എന്നാ പിന്നെ വെള്ളം വരുന്ന കാണട്ടടാ. നീ ഏതായാലും നിന്റെ സ്വന്തം ശക്തിയിൽ എന്റെ കൽപ്പന ലംഘിച്ചല്ലേ പാറയെ അടിച്ചത്. എന്നാ പിന്നെ വെള്ളം വരുന്ന കാണട്ടെ. ദൈവം പറഞ്ഞോ? മത്തായി ബ്രദർ നേരത്തെ നമ്മളോട് പറഞ്ഞു, ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കാത്തവൻ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണ്ട് നമ്മളോട് പകർച്ചു. അപ്പൊ മോശ ദൈവകൽപ്പന ലംഘിച്ചിട്ട് പോലും ദൈവം തന്റെ വാഗ്ദത്തത്തിൽ നിന്ന് പുറകോട്ട് മാറിയില്ല. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ദൈവം, നമ്മളെ സേവിക്കുന്ന ദൈവം അവനാണ്. നാം പിന്മാറിപ്പോയാലും അവന്റെ കൽപ്പനകൾ ലംഘിച്ചാലും നാം അവനെ വേദനിപ്പിച്ചാലും പിന്നെ തന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായവൻ, വാക്ക് മാറാത്തവൻ, വാക്ക് പറഞ്ഞാൽ മാറാൻ കഴിയാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഹല്ലേലൂയ. അവന്റെ വാക്കുകളൊക്കെ ഉവ്വെന്ന് മാത്രം. ഹല്ലേലൂയ. അത് മാത്രമാണോ? ഞാൻ ആദ്യം പറഞ്ഞ ഭാഗമുണ്ടല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഉൽപ്പത്തി പുസ്തകത്തില് പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 24-12 വാക്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്യം, 24-12. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടുന്നതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. പിന്നെ അടുത്ത 16, 17, 18 വാക്യങ്ങൾ വായിച്ചാൽ മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം, ഇവിടെ ഒന്ന് നിൽക്കണേ, ഇവിടെ ഒരു ദൂതുണ്ട്, ഇവിടെ നമുക്കൊരു ദൂതുണ്ട്. ദൈവം മോശയോട് പറഞ്ഞു, നീ പർവ്വതത്തിൽ കയറി വരണം. ജനമാരും പർവ്വതത്തിൽ കയറാൻ അനുവാദമില്ല. അഹരോനും ഊരും ഒരു പരിധി വരെ വന്നു. അവരോട് അവസാനം ദൈവം പറഞ്ഞു, അവരെയും പറഞ്ഞു വിട്, അവർ കാര്യങ്ങളെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മോശയോട് പിന്നെയും കയറി വരാൻ പറഞ്ഞു. മോശ പർവ്വതത്തിൽ കയറി അവിടെ ഇരിക്കുക. 6 ദിവസം അവിടെ ഇരുന്നു. യഹോവയുടെ തേജസ് പർവ്വതത്തെ മൂടിയിട്ടുണ്ട്. പക്ഷെ ഈ 6 ദിവസവും ദൈവം സംസാരിച്ചോ? ഉണ്ടോ ഇല്ലെന്ന് പറ, ഉറക്കെ പറ. ഇല്ല. ദൈവം എപ്പോഴാ സംസാരിച്ചേ? ആരാ അങ്ങോട്ട് വിളിച്ചു കയറ്റി ഇരുത്തിയേ? യഹോവ. പിന്നെ 6 ദിവസം ദൈവം തമ്പുരാൻ എന്ത് ചെയ്യായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് രാവിലെ ഈ ഭാഗത്തോടെ ദൈവം എന്നോട് സംസാരിച്ചത്. ഞാൻ പ്രിപ്പയർ ചെയ്തതിനേക്കാൾ ഈ ഭാഗത്തോടെ ദൈവം ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചു. 6 ദിവസം ദൈവം മിണ്ടാതെയിരുന്നു. 7-ാം ദിവസമായപ്പോൾ ദൈവം സംസാരിച്ചു. പ്രിയ ദൈവജനമേ, ഇവിടെ ഒരു ദൂത് എനിക്ക് നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ചില വിഷയങ്ങൾക്ക് വേണ്ടി നീ 6 ദിവസമായി, 6 വർഷമായി, ഒരുപക്ഷെ 6 മാസമായി
നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് ഇതുവരെ ദൈവം മൗനമായിരുന്നെങ്കിൽ ഒരു 7-ാം ദിവസമുണ്ട്. ദൈവം നിന്നോട് അരുളി ചെയ്യാൻ തുടങ്ങുന്ന ഒരു 7-ാം ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ ക്ഷീണിച്ചു പോകരുത്, നീ തളർന്നു പോകരുത്. 6 ദിവസമല്ല, 6 വർഷമല്ല, 6 മാസമല്ല. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെങ്കിലും അവൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു 7-ാം ദിവസമുണ്ട്, ഒരു 7-ാം മാസമുണ്ട്, ഒരു 7-ാം വർഷമുണ്ട്. ഹല്ലേലൂയ. അവൻ മറുപടി തരുന്ന ദൈവം തന്നെയാ. 7-ാം ദിവസം ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. എഴുതിയ കൽപ്പനകൾ എഴുതിയ പലകകൾ ദൈവം മോശയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. 40 ദിവസം 40 പകലും മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലായിരുന്നു. 40 ദിവസം കഴിഞ്ഞ് പലകയുമായിട്ട് മോശ വലിയ കാര്യമായിട്ട് ഇറങ്ങി വന്നപ്പം ഇവിടെ താഴെ എന്തുവാ? ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ യഹോവ നീയാകുന്നെന്ന് പറഞ്ഞ് കാളക്കുട്ടിയെ ആരാധിക്കുക. ആരെല്ലാം കൂടാ? ചെറിയ കൂട്ടരൊന്നുമല്ല, അഹരോനും എല്ലാവരും കൂടെ. അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു, ജനമെല്ലാം ആരാധിച്ചു. നോക്കണേ പ്രിയമുള്ളവരെ, നമ്മൾ ഇസ്രായേൽ മക്കളെ കുറ്റം പറയും. പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തെല്ലാം നന്മ പ്രാപിച്ചിട്ടും പിന്നെയും വേണ്ടാത്തിടത്തൊക്കെ ഓടിപ്പോകുന്നവരല്ലേ പലപ്പോഴും നമ്മൾ. അന്യ ദൈവങ്ങളുടെ പുറകെ, ആ പുണ്യാളിന്റെ പുറകെ, ഈ പുണ്യാളന്റെ പുറകെ, ആ വിശുദ്ധന്റെ പുറകെ, ഈ വിശുദ്ധന്റെ പുറകെയൊക്കെ പലപ്പോഴും ഓടുന്ന അനേക സഭാവിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. ദൈവം വ്യക്തമായ, ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം നീ അന്യ ദൈവങ്ങളുടെ പുറകെ ഓടുന്നതാണ്. ഒരിക്കലും മറന്നു. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. യഹോവയല്ലാതെ മറ്റാരെയും തന്റെ ജനം ആരാധിക്കുന്നത് അവൻ ഒരു നാളും വെച്ച് പൊറുപ്പിക്കത്തില്ല. ബാക്കിയെല്ലാം അവൻ ക്ഷമിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ഓർത്തോളം, ജീവിതത്തിൽ കഷ്ടതകൾ വന്ന് തമ്പുരാൻ വിടുതൽ തരാൻ താമസിച്ചാലും അന്യദൈവങ്ങളുടെ പുറകെ നാം ഓടരുത്. അവിടെ ഇവിടെയും ഓടരുത്. കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കണം. ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ മുമ്പോട്ട് പോകട്ടെ. മോശ ഇറങ്ങി വന്നപ്പം ജനമെല്ലാം കൂടി മോശ ദേഷ്യം കൊണ്ട് ഈ കൽപ്പല എറിഞ്ഞങ്ങ് ഉടച്ചു. നോക്കണം, ഈ മോശയെ പോലെ സൗമ്യനായ ആരും ഇല്ലായിരുന്നെന്ന തമ്പുരാൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നേ. എന്നിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കും, മോശയെ പോലെ ക്ഷിപ്രകോപി ആരുണ്ട്? ഒറ്റയടിക്ക് ഒരു മിസ്രൈമിനെ കൊന്നേച്ച് മണലിൽ താത്തവനാ. ഇരുന്ന കൽപ്പന എറിഞ്ഞങ്ങ് ഉടച്ചു. പക്ഷേ ദൈവത്തിന് മോശയുടെ ഹൃദയം അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം, ഹൃദയങ്ങളെ അറിയുന്നവനാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ പിറുപിറുത്തു പോകുന്നവരാ, നമ്മൾ ചിലപ്പോഴൊക്കെ ക്ഷീണിച്ചു പോകുന്നവരാ, നമ്മൾ തളർന്നു പോകുന്നവരാ, ദൈവസ്നേഹത്തെ സംശയിക്കുന്നവരാ. എന്നാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എന്നാലും നമ്മളെ തള്ളിക്കളയാത്ത ഒരു സ്നേഹം. അതാ കർത്താവിന്റെ സ്നേഹം. അതാ നമ്മളെ ബലപ്പെടുത്തുന്ന സ്നേഹം. അതാ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന സ്നേഹം. ദൈവം പിന്നെയും മോശയോട് പറഞ്ഞു, മോശയെ പോട്ടെ, സാരമില്ല, നീ വേറൊരു കൽപ്പലയെ ചെത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. എന്തിനാ എത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു? ഇവിടെ എല്ലാം കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട് ആശയങ്ങൾ. എന്തിനാ എത്തിക്കൊണ്ട് വരാൻ പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം മോശ ഒരു പണിയും എടുക്കാതെ കിട്ടിയ കൽപ്പലകയാ. ഒരു ചൂടില്ലായിരുന്നു അല്ലേ? സാധാരണ നമ്മൾ പറയത്തില്ലേ, ഇച്ചിരി ചൂട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ചൂട് വരണമെങ്കിൽ എന്ത് വേണം? ഇച്ചിരി ദേഹം തോമണം അല്ലേ? അപ്പൊ മോശയോട് പറഞ്ഞു, ഇപ്രാവശ്യം നീ അങ്ങനെ സൂക്ഷിക്കണ്ട, നീ പോയി ഒരു കൽപ്പലക നല്ലപോലെ കല്ലിനകത്ത് പലക കുത്തിക്കൊണ്ട് വരണം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. ആ കൽപ്പനയിൽ ദൈവം വീണ്ടും കൽപ്പന എഴുതി മോശയ്ക്ക് കൊടുത്തു. പോട്ടെ, അവിടെ അങ്ങനെ ആ പ്രശ്നം തീർന്നു. പാറയെ അടിക്കാൻ പറഞ്ഞു, അടിച്ചു, വെള്ളം പുറപ്പെട്ടു. കൽപ്പിക്കാൻ പറഞ്ഞു, മോശ അടിച്ചു. എന്നിട്ട് ദൈവം മാനിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയും അവന്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും.
അത് മതി നമുക്ക്. വേറൊന്നും വേണ്ട. ആരുടെയും പ്രവചനം വേണ്ട, ആരുടെയും കൈനോട്ടം വേണ്ട, ആരുടെയും ആലോചന വേണ്ട. ആലോചന പ്രാപിച്ചു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെയാണെന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും അതിന്റെ മധ്യത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് അരുളി ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2026 പ്രവേശിക്കാനായിട്ട് നാം ഒരുങ്ങുന്ന സന്ദർഭത്തിൽ എപ്പോഴും നാം ഓർത്തോണം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. അവൻ നമ്മളെ വഴി നടത്തേണ്ടതുപോലെ വഴി നടത്തും. അവൻ ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുകയും തള്ളിക്കളയുകയുമില്ല എന്ന് നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് ആ ഭാഗം ഉറയ്ക്കാം. പ്രിയമുള്ളവർ, ഇനി രണ്ടാമത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 2 ഭാഗങ്ങളായിട്ടാണ് ദൂതെടുത്തേക്ക്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് യോശുവ ജനത്തോട് പറയുന്ന ആളൊരു കാര്യമാണ്. ആ വാക്യം നമുക്കൊന്ന് എടുക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം കൊണ്ടൊന്ന് വായിച്ചോ. നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ട വഴി അറിയും. ഈ വഴിക്ക് മുൻപേ പോയിട്ടില്ല. ഈ വഴി അവിടെയാണ്. ഒന്ന് നിൽക്കണം. അവിടെ ഞാൻ മെസ്സേജ് എടുക്കുന്നത് അവിടുന്ന്. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. 2026 നിങ്ങൾ പോയിട്ടുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും പ്രത്യേകം ജ്ഞാനം കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെയാ പറയുന്നേ. ഞാൻ പറയാൻ വന്നല്ലോ, സന്ദർഭം. ഒരിക്കൽ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ ചെന്നു. എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ മർത്തബ സഭയിൽ ഒരു പട്ടക്കാരനായിരുന്നു. അതേ ഇംഗ്ലണ്ടിൽ ചെന്ന് സൈക്കോളജി പഠിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു അര വട്ടായി. അത് കഴിഞ്ഞപ്പം അദ്ദേഹം പിന്നെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നവരോടൊക്കെ അദ്ദേഹം പറയുന്നത്, ഐ ആം മൂവിങ് ഇൻ എയറോസ്പേസ്. ഞാൻ ആ സ്പേസിൽ പോയിരുന്നു, ഞാൻ ഈ സ്പേസിൽ പോയിരുന്നു, ഞാൻ 2030 വരെയുള്ള സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ സഞ്ചരിച്ച് കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു അദ്ദേഹത്തെ ഞാൻ കണ്ടു. അവിടുന്ന് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അദ്ദേഹം മരിച്ചുപോയി. സൈക്യാട്രി പഠിച്ചതാ. അങ്ങനെ അയണമെന്നൊന്നുമില്ല മോളെ. അല്ലേ? പഠിച്ച എത്രയോ പേര് കർത്താവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കുന്ന എത്രയോ സൈക്യാട്രിസ്റ്റുണ്ട്. എത്രയോ പേരുണ്ട്. എനിക്ക് നല്ലപോലെ അറിയാവുന്ന പലരുണ്ട്. ആ ഫീൽഡ് ഒത്തിരി ആവശ്യമുള്ളൊരു ഫീൽഡ് തന്നെ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് 2026 നമ്മൾ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. നിങ്ങൾ മുമ്പേ ഇതുവഴി പോയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ യോശുവ എന്താ പറയുന്നത്? നിങ്ങൾ ഇതുവഴി പോയിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? അല്ല, താഴോട്ട് വായിച്ചാട്ട്. അതുകൊണ്ട് ഇല്ലെന്നല്ല, നിങ്ങളെ തരീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ അതിശയം പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലാത്ത വഴികളിൽ കൂടെ നിങ്ങൾ പോകുന്ന ഒരു വർഷം 2026. അതിന്റെ ആരംഭത്തിങ്കൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, 2026 നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. നമ്മളെല്ലാം കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരല്ലേ? ഇതിനെന്തിനാ ശുദ്ധീകരണം? നമുക്ക് ശുദ്ധീകരണം ആവശ്യമുണ്ടോ? ശുദ്ധീകരണം ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നവർ എത്ര ഉണ്ടെന്ന് കൈവക്കിക്ക്. അപ്പൊ ശുദ്ധീകരണം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെന്നുള്ളത് പറയുന്നത് എത്ര വരുന്നുണ്ടെന്ന് കൈവക്കട്ടെ, ഒന്ന് കാണട്ടെ.
നമുക്കെല്ലാം ശുദ്ധീകരണം ആവശ്യമാണ്. ഓരോ ദിവസവും ശുദ്ധീകരണം ആവശ്യമാണ്. ഡെയിലി നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. കാരണം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെയുള്ള നമ്മുടെ സകല പാപങ്ങളും ദൈവം നമ്മളോട് ക്ഷമിച്ചു, തന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു, സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞു. അവ ഇനി ഓർക്കുമെന്നുള്ള വാഗ്ദത്തം തന്നു. പക്ഷേ നമ്മളാരും സ്വർഗത്തിൽ നിന്ന് കെട്ടി ഇറങ്ങി വന്ന മാലാഖമാരല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം കുറ്റങ്ങളുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഭർത്താവിന് പറയാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം ജഡരക്തങ്ങളോട് കൂടിയവരാണ്. അതുകൊണ്ട് നമുക്കൊരു ശുദ്ധീകരണം എപ്പോഴും ആവശ്യമാണ്. ഡെയിലി ക്ലെൻസിങ് നമുക്ക് ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വചനമതാ. നമ്മൾ എത്ര വലിയ ദൈവദാസനായിരുന്നാലും, എത്ര വചന പാണ്ഡിത്യമുള്ളവരായിരുന്നാലും, എന്തെല്ലാം കൃപാവരങ്ങൾ ഉള്ളവരായിരുന്നാലും നമുക്ക് എല്ലാ ദിവസവും ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ ശുദ്ധീകരിക്കപ്പെടണം. ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവം ഉള്ളവനാ. പക്ഷേ അതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിച്ചുകൊണ്ട് ദൈവം ക്ഷമിച്ചു തരുമെന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. പണ്ട് ഈയിലൊക്കെ കോളേജ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നൊരു ഉദാഹരണമാണ്. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത്, പഴയൊക്കെ വീടുകളുടെ മുറ്റത്ത് തന്നെ ഒരു പൈപ്പ് ഉണ്ടാവും. എന്തിനാ പൈപ്പ് എന്നറിയാമോ? നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കാലയിൽ ചളി ഉണ്ടാവും, അഴുക്കുണ്ടാവും. ഈ കാലയിലുള്ള ചളിയും അഴുക്കും ഒക്കെ ആ പൈപ്പ് തുറന്ന് നമ്മളൊക്കെ കാല് കഴുകിയിട്ട് മാത്രമേ വീട്ടിനകത്ത് കയറാറുള്ളൂ, അല്ലേ? ഇപ്പോഴല്ലേ അതൊക്കെ അങ്ങ് മാറിപ്പോയത്. 2 ചവിട്ടി ഉണ്ടാവും, ചവിട്ടി തൂത്ത് നമ്മളൊക്കെ കയറും. അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പൊ ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പിൽ കഴുകി നമ്മൾ കാല് കഴുകി അകത്തോട്ട് കയറും, അല്ലേ? കാരണം കാലിലെ ശുദ്ധീകരണം വേണ്ടു, കാലിനകത്തെ അഴുക്കുള്ളൂ. അതുകൊണ്ട് കാല് കഴുകി നമ്മളകത്തേക്ക് കയറും. എന്നാൽ വീട്ടിൽ ചെല്ലുമ്പം അവിടെ മുൻവശത്ത് പൈപ്പുണ്ട്, കഴുകാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെളി ചവിട്ടി വെച്ച് വരുന്നത് എത്ര പേരുണ്ട്? ഉണ്ടോ? ഏതായാലും വീട്ടിൻ്റെ അവിടെ ചെല്ലുമ്പോഴേ പൈപ്പുണ്ടല്ലോ, കാല് കഴുകാമല്ലോ. കാല് കഴിയച്ചേ വീട്ടിനകത്തോട്ട് കയറത്തുള്ളല്ലോ. അപ്പം പിന്നെ കുഴപ്പമില്ല. ഷൈബിയും വഴക്ക് പറയത്തില്ല, അനുവും വഴക്ക് പറയത്തില്ല, ഷീബയും വഴക്ക് പറയത്തില്ല, ആരും വഴക്ക് പറയത്തില്ല. കാരണം കാല് കഴുകാൻ സൗകര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് വഴിയെ പോകുന്ന വഴിക്കുള്ള സകല ചെളിയും ചവിട്ടി കുഴച്ച് വിവേകമുള്ള ആരെങ്കിലും ചെയ്യൂ? ഇല്ല. പക്ഷെ നീ ചെളി ചവിട്ടിയാൽ നിനക്ക് എന്തുണ്ട്? സൗകര്യമുണ്ട്. എന്തുണ്ട് സൗകര്യം? ആ മുൻവശത്തെ വീട്ടിന്റെ പൈപ്പിൽ നിന്ന് കഴുകി നിനക്ക് കഴുകൽ പ്രാപിച്ച് ശുദ്ധിയുള്ളവനായി ഭവനത്തിലേക്ക് കയറാം എന്ന് പറഞ്ഞതുപോലെ ദൈവം ക്ഷമിച്ചു തരുമെന്നുള്ളത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നീ പാപത്തിൽ വീണുപോയാൽ നീ പാപത്തെ ഏറ്റുപറഞ്ഞ് കഴുകൽ കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഓരോ ദിവസം നമ്മൾ മുമ്പോട്ട് പോകണം. പ്രിയമുള്ളവരെ, നമ്മളാരും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരും അവകാശികളുമാണ്, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കണം. ഇനി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിച്ച ഒരു ഏലിയാവിനെ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 18-ന്റെ 30-31. അപ്പോൾ ഏലിയാവ് എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചെന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. പിന്നെ വായിച്ചോ. ഇസ്രായേൽ എന്ന് പേരാകും എന്ന യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ
പുത്രന്മാരുടെ ഗോത്രസംഖ്യക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. നിർത്താം, അവിടെ നിർത്താം. അപ്പോ ദൈവം, ഏലിയാവ്, അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം അല്ലേ? ആഹാബും അവന്റെ ദുഷ്ടയായ ഭാര്യ ഇസബേലും ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ച്, ആഭിചാരം ചെയ്യിച്ച്, സത്യദൈവത്തിൽ നിന്ന് അകറ്റി, സകല വഷളത്വം ചെയ്ത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏലിയാവ് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷനാണ്. തിഷ്ബിന ഏലിയാവ് എന്നേ ഇവിടെ പറയുന്നുള്ളൂ. ഏലിയാവിന്റെ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാ, അവന്റെ അപ്പന്റെ പേര് നമുക്കറിഞ്ഞു. തിഷ്ബിന ഏലിയാവ് എന്ന് മാത്രമേ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എവിടെ നിന്ന് ഒരു ഏലിയാവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ജനത്തെ മുഴുവൻ വിളിച്ചു കൂട്ടുകയാണ്. വിളിച്ചു കൂട്ടിയിട്ട് ഇസബേലിന്റെ സകല പുരോഹിതന്മാരുമുണ്ട്, ബാലിന്റെ പുരോഹിതന്മാരുണ്ട്, എല്ലാവരും കർമ്മേൽ പർവ്വതത്തിൽ വന്നുകൂടുകയാണ്. എന്നിട്ട് ഏലിയാവ് ധൈര്യത്തോടെ, ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ധൈര്യത്തോടെ വിളിച്ചു പറയുക, നമുക്കൊരു യാഗപീഠം പണിയാം. ഇസബേലിന്റെ പുരോഹിതന്മാരോടും ബാലിന്റെ പ്രവാചകന്മാരോടും പറഞ്ഞു, നിങ്ങൾ ആദ്യം യാഗപീഠം പണിതു. അവർ യാഗപീഠം പണിതു, കാളകളെ അർപ്പിച്ചു, ഉച്ചവരെയും കിടന്ന് നിലവിളിച്ചു, തങ്ങളുടെ ശരീരങ്ങൾ കുത്തിക്കീറി. ഒരു മറുപടി ഉണ്ടായില്ല, ഒരു ദൈവവും അവരോട് ഉത്തരമരളിയില്ല. ഉച്ചയായപ്പോൾ എല്ലാം തീർന്നു കഴിഞ്ഞ് അവരെല്ലാം മടുത്തു കഴിഞ്ഞപ്പോൾ ഏലിയാവ് അങ്ങോട്ട് ചെന്നിട്ട് കർമ്മേൽ പർവ്വതത്തിൽ ചെയ്യുകയാണ്. ഒന്നാമത് അവൻ ഇടിഞ്ഞു കിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കി. പ്രിയമുള്ളവരെ, എങ്ങനെ അവൻ നന്നാക്കി? ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം, ദൈവകൽപ്പന പ്രകാരം, യാക്കോബിന്റെ മക്കളുടെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ല് തെരഞ്ഞെടുത്ത്. ഇതിനെല്ലാം പ്രാധാന്യമുണ്ട്. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ്. യഹോവയുടെ യാഗപീഠം എങ്ങനെ പണിയണമെന്ന് ദൈവം മോശയ്ക്ക് വ്യക്തമായ കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ കൽപ്പനകളൊക്കെ ഇസ്രായേൽ മക്കൾ ലംഘിച്ചതാണ്. അതിന്റെ ഫലമായിട്ടാണ് അവർ ഈ കഷ്ടതയിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ കിടക്കേണ്ടി വന്നത്. എന്നാൽ ഇവിടെ ഇതാ ഏലിയാവ് ഒറ്റയ്ക്ക് അവൻ കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് അവൻ യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിയുകയാണ്. യഹോവയുടെ നാമത്തിൽ യാഗപീഠം പണിയുന്നതിന് മുമ്പ് അവൻ യാഗപീഠത്തിന്റെ കല്ലുകൾ ഓരോന്നായി അവൻ എടുത്തു വെച്ചു. He repaired the altar. യഹോവയുടെ യാഗപീഠം നന്നാക്കി. പ്രിയമുള്ളവരെ, ഇവിടെ ഞാനത് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ 2026 പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണം. ആ കല്ലുകൾ നമ്മൾ തിരിച്ചെടുത്ത് വെക്കണം. എന്തെല്ലാം യാഗപീഠങ്ങളെ ഇടിഞ്ഞു കിടക്കുന്നത് നമുക്ക് നോക്കാം. 2025 ആദ്യത്തിൽ നാം എന്തെല്ലാം ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നു മുതൽ ദൈവവചനം വ്യക്തമായി പഠിക്കും. നമുക്കത് ഓണർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവവചന പഠനത്തിന്റെ യാഗപീഠം ഇടിഞ്ഞു കിടപ്പുണ്ടോ? പ്രാർത്ഥനയുടെ യാഗപീഠം. നമ്മൾ എത്രമാത്രം സമയം പ്രാർത്ഥനയ്ക്കും വചന പഠനത്തിനും ഉപയോഗിക്കും? നമ്മളൊന്ന് ശോധന ചെയ്യണം. നമുക്കൊക്കെ ഈ പ്രസംഗം കേട്ടു തരാൻ നല്ല ഉത്സാഹം. ഞാൻ ഈ ഭർത്തമാരും CSIയിലും ഒക്കെ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് അടുത്ത സാധാരണ 2-3 വർഷങ്ങൾ അടുപ്പിച്ച് അവർ വിളിക്കും. അപ്പം അങ്ങനെ അടുപ്പിച്ച് വിളിച്ച് നമ്മൾ ചെന്ന് പ്രസംഗിക്കുമ്പം കഴിഞ്ഞ വർഷം പ്രസംഗിച്ച അതേ പ്രസംഗം വള്ളി തെറ്റാതെ പിറ്റേ വർഷം പ്രസംഗിച്ചാലും പറയുന്ന ഇലസ്ട്രേഷൻ വല്ലതും പഴയതാണെങ്കിൽ അത് ഓർക്കുമെന്നല്ലാതെ പഴയ പ്രസംഗം ഒന്നും ഓർക്കത്തില്ല. പുതിയ പ്രസംഗം കേൾക്കുന്നത് പോലെ എല്ലാവരും ഇരുന്ന് തലയാട്ടിത്തരും. ശരിയാ സാറേ, ശരിയാ സാറേ, ശരിയാ സാറേ എന്ന് പറഞ്ഞ് തലയാട്ടിത്തരും. ചിലർ തൂക്കിത്തട്ടും. എല്ലാം അവിടെ സംഭവിക്കും. ഈ പണ്ട് ഉപദേശിമാർ പ്രസംഗിക്കുമ്പോൾ പറയും, നമ്മൾ സുറിയാനി ക്രിസ്ത്യാനികളെ കുടഞ്ഞിട്ടാൽ 2 ചെവിയിൽ നിന്ന് ഇഷ്ടംപോലെ പ്രസംഗം താഴോട്ട് വീഴും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഒന്ന് കുടഞ്ഞിടാങ്കിലേ, ഒന്ന് കുടയാങ്കിലേ 2 ചെവിയിൽ നിന്ന് എന്തുമാത്രം പ്രസംഗം താഴോട്ട് പട്ട വീഴും അല്ലേ? എത്ര നാളായിട്ട് ഈ മത്തായി ബ്രദറിന്റെ ശബ്ദം കേൾക്കുന്നു? എത്ര നാളായിട്ട് വരുന്ന ദൈവദാസന്മാരുടെ ശബ്ദം കേൾക്കുന്നു? നമ്മളിനി പ്രസംഗം കേൾക്കേണ്ട ആവശ്യമല്ലോ ഉണ്ട്. ഈ ജോർജ് വർമർ എന്ന് പറയുന്ന ക്യാമ്പസ് ക്രൂസൈഡ് അല്ല, പിന്നെ
ഓപ്പറേഷൻ പോപ്പുലേഷൻ സ്ഥാപിച്ച ജോർജ് ബർബർ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഷിപ്പ് 1970s ഷിപ്പ് ഇവിടെ വന്നിരുന്നല്ലോ, ലോഗോസ് ഷിപ്പ് ഇവിടെ വന്ന സമയത്ത് ഞാനും വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ആ ഷിപ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രശ്നം കൊഞ്ചുപോലൊരു മനുഷ്യൻ പാസ് എടുത്ത് ഇങ്ങനെ അസ്ഥിപഞ്ജരമാണ്. മുട്ടിന്മേൽ നിന്നോണ്ട് അദ്ദേഹം പ്രസംഗിക്കത്തുള്ളൂ, മുട്ടിന്മേൽ ഇരുന്നോണ്ടാ പ്രസംഗിക്കും. പക്ഷെ ഭയങ്കര നാവിൽ എന്തൊരു തീയാന്നറിയാം. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, യു മലയാളീസ് no more need the word of God, but you need a kick from the Lord. നിങ്ങൾക്ക് മലയാളികൾക്ക് ഇനി പ്രസംഗമല്ല വേണ്ടത്, തമ്പുരാന്റെ ഒരു തൊഴിയാണ്. അതേ പ്രസംഗിച്ചതാ, ശരിയല്ലയോ? നമ്മൾ കേൾക്കാത്ത സുവിശേഷം എവിടെ ഉള്ളേ? പണ്ടൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എല്ലാ പള്ളികളിലും പ്രസംഗം, വലിയ പന്തലിട്ട് എന്തോ ഒരു പ്രസംഗമാ. ഞങ്ങളുടെ നാട്ടിൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, പഴയ ഇടവ ഏതാണെന്നൊന്നും ഇപ്പം പറയുന്നില്ല, ഇടവയിലെ ഒരു കമ്മിറ്റിക്കാരൻ പറഞ്ഞു, അച്ചോ ഞങ്ങളൊന്ന് ഗുണപ്പെടാനൊന്നുമല്ല, പക്ഷേ പ്രസംഗകൻ നല്ല പ്രസംഗകനായിരിക്കണം. അതുകൊണ്ട് അച്ഛൻ എത്ര നല്ല പ്രസംഗകനെ കൊണ്ടുവരാൻ പറ്റും അത്രയും കൊണ്ടുവന്ന് എത്ര ചെയ്യാന്നേലും ഞങ്ങൾ കൊടുത്തോളാം. പക്ഷെ ഞങ്ങളാരും ഗുണപ്പെടുമെന്നൊന്നും അച്ഛൻ വിചാരിക്കേണ്ടത് കേട്ടോ. ഇത് നടന്ന കാര്യം, എക്സാജറേഷൻ അല്ല. ഇപ്പം തന്നെ വാസ്തവത്തിൽ മൈക്കിൽ കൂടെ ഒന്നും പറയാൻ പാടില്ല. ഒരു സഭയുടെ ഞങ്ങൾ പറഞ്ഞേക്കാം, പന്തലിന് കാല് നാട്ടി. ഇപ്പം നടന്ന കാര്യം, പന്തലിന് കാല് നാട്ടുന്നതിന് മുമ്പ് കൂട്ടത്തല്ലായിരുന്നു. കൂട്ടത്തല്ല് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഹല്ലേലൂയ സ്തുതി പാടിടുവോ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി പന്തൽ നാട്ടി. ഇനി അടുത്ത ഒരാഴ്ച ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വ്ളോഗർ എഴുതിയതാ, എനിക്ക് സങ്കടം തോന്നി. അത് വിളിച്ചു പറയുന്നതും ശരിയല്ല. അവരെഴുതി, ഇനി അടുത്ത അന്യഭാഷയുടെ പ്രകടനമാണ് ഇനി ഒരാഴ്ച നടക്കാൻ പോകുന്നതെന്ന്. ആരാ അവഹേളിക്കപ്പെടുന്നതിന് കാരണം എന്താ? പണം, സ്ഥാനം, മാനം. ഇതിനു വേണ്ടി കർത്താവ് ഒരു വിൽപ്പന ചരക്ക്. ഇത്ര സങ്കടകരമായ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങൾ വന്നെത്തിയിരിക്കുമ്പോ സഭയെ, ദൈവജനമേ, നാം ഉണരണം. നമ്മളെ ദൈവം വിളിച്ചതിനല്ല, വിശുദ്ധിക്കായി ദൈവം നമ്മളെ വിളിച്ചതാണ്. സ്ഥാനത്തിനും മാനത്തിനും പണത്തിനും പ്രതാപത്തിനും വേണ്ടിയല്ല നാം പാരമ്പര്യ സഭകളെ വിട്ടിറങ്ങിയത്, മറിച്ച് കർത്താവിനെ സേവിക്കാനാ, കർത്താവിനെ പിൻപറ്റാനാ, അവന് വേണ്ടി പ്രയോജനപ്പെടാനാ, അവന് വേണ്ടി ഫലം കായ്ക്കാനാ. പിന്നെയും ഇങ്ങനെയുള്ള തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളാകുന്ന യാഗപീഠത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇടിഞ്ഞു കിടപ്പുണ്ടോ? പ്രാർത്ഥനയാകുന്ന യാഗപീഠം ഇടിഞ്ഞു കിടപ്പുണ്ടോ? ഒന്ന് ശോധന ചെയ്തേ. എത്ര മാത്രം സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം എടുക്കുന്നുണ്ട്? 2025 അല്ലേ നമ്മൾ ദശാംശത്തെ കുറിച്ചൊക്കെ പറയും. സമയത്തിന് ദശാംശം കൊടുക്കാൻ നമുക്ക് ആർക്കും പറ്റുന്നില്ല. പണത്തിന്റെ കടം നമ്മൾ കൊടുക്കും, സമയത്തിന്റെ ദശാംശം എനിക്ക് കഴിയുന്നില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മുടെ സമയത്തിന്റെ ദശാംശം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? മത്തായി ബ്രദർ പറഞ്ഞ പോലെ നമുക്ക് പണി തന്നെ പണിയാ. ഈ ഞാൻ കുറ്റം പറയൊന്നുമല്ല. സഹോദരിമാരുടെ വലിയൊരു പ്രശ്നം ഇതാ. വൃത്തിയാക്കി പിശാച തന്ത്രത്തിൽ നമ്മളെ കുടുക്കി നമ്മുടെ സമയം മുഴുവൻ അതിന് കൊണ്ടുപോകും. ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതിനപ്പുറം പിശാചി നമ്മളെ കൊണ്ട് തള്ളിയിടാൻ സമ്മതിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയുടെ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും 2026 മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് എത്ര നാളിങ്ങനെ സാക്ഷീകരിച്ചുകൊണ്ട് ആരാധന സ്വാതന്ത്ര്യത്തോടുകൂടെ കേരളത്തിൽ കഴിയാൻ വഴി നമുക്ക് അറിഞ്ഞുകൂടാ. നോർത്ത് ഇന്ത്യയിൽ കേൾക്കുന്ന കഥകളൊക്കെ നമ്മൾ വായിക്കുന്നവരാ. പ്രിയമുള്ളവർ, നമ്മൾ വിചാരിക്കും, അത് നോർത്ത് ഇന്ത്യയിലല്ലോ, കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ലെന്ന്.
കേരളത്തിൽ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ പേപ്പർ വായിക്കുന്നവരും ഒക്കെ ഇതൊക്കെ കേൾക്കുന്നവരെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ വളരെ ദൈവകൃപ വേണം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ എത്ര യാഗപീഠങ്ങൾ പണിയണം. എന്ത് വില കൊടുത്തും വിശുദ്ധിയുടെ യാഗപീഠം പണിയണം. നമ്മുടെ ബന്ധത്തിന്റെ യാഗപീഠം, പരസ്പരമുള്ള ബന്ധത്തിന്റെ യാഗപീഠം. ഇത് വളരെ പ്രയാസമാണ്. ദൈവമക്കൾക്ക് എപ്പോഴും ഈ വിഷയത്തിലാണ് പോരാട്ടം. കാരണം ആരെങ്കിലും കൊണ്ടൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും, എങ്ങനെയെങ്കിലും നമ്മുടെ ദൈവപൂർവ്വം ചോർത്താൻ. പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കണം. ഈ നാളുകളിൽ ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠം. ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ട് ഒരു ദൈവദാസനോട് ആലോചിച്ച് ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, അങ്കിളെ, എല്ലാ യുദ്ധങ്ങളും നമുക്കുള്ളതല്ല. നമ്മുടെ നീതി ന്യായത്തിന്റെയും ബോധം വെച്ചുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി തലയിടരുത്. കർത്താവിനോട് ആലോചന ചോദിച്ച് മാത്രമേ ഏത് കാര്യത്തിൽ നമ്മൾ തലയിടാവൂ. ചിലപ്പോൾ അത് നമ്മുടെ ഭാഗം നീതിയായിരിക്കും, ന്യായമായിരിക്കും. പക്ഷേ നമ്മൾ മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കണം. നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടരുത്. ചില യുദ്ധങ്ങൾ നമുക്കുള്ളതല്ല. ദൈവത്തിന്റെ യുദ്ധം ദൈവത്തിന് കൊടുക്കണം. നമ്മൾ യുദ്ധം ചെയ്യേണ്ട ചില രംഗങ്ങളുണ്ട്. കർത്താവിനോട് ആലോചന ചോദിച്ച് ആ യുദ്ധം മാത്രമേ നമ്മൾ ചെയ്യാവൂ. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഇതിന് പോകരുത്. പ്രാർത്ഥനയാകതെ യാഗപീഠം ഇടിഞ്ഞു കിടപ്പുണ്ടോ? പരസ്പര ബന്ധത്തിന്റെ യാഗപീഠം ഇടിഞ്ഞു കിടപ്പുണ്ടോ? ആരാധനയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണോ? ഇന്ന് പലർക്കും ആരാധന എനിക്ക് വാസ്തവ സങ്കടമാണ്. ഞാൻ പലപ്പോഴും ഞായറാഴ്ച ഇന്ന് കർത്താവിനോട് പറയും, കർത്താവേ, എല്ലാവരും ആരാധിക്കാൻ പോവുക, എനിക്ക് ആരാധിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഇതൊരു സങ്കടം വന്നറിയാമോ? ഞാൻ ഇരുന്ന് വിങ്ങിപ്പോട്ടും ദൈവസന്നിധിയിലിരുന്ന്. കാരണം ഒരു ഞായറാഴ്ച ആരാധന മിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എനിക്കറിയാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട്, കണ്ണിന് വേദന ആയതുകൊണ്ട് എനിക്കൊന്നും മര്യാദയ്ക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. പക്ഷേ കണ്ണിന് സുഖമുള്ള ദിവസം നന്നായി ദൈവസന്നിധിയിൽ നിന്ന് ആരാധിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ചോദ്യമാണ്, ദൈവമേ, ഇന്ന് എനിക്ക് നല്ലപോലെ ആരാധിക്കാൻ സൗഖ്യം തന്നു, എനിക്ക് പള്ളിയിൽ പോകാൻ സൗഖ്യം തന്നു, എനിക്ക് പ്രസംഗിക്കാൻ വാതിലുകൾ തുറന്നു തന്നു. പക്ഷെ എല്ലാ ഞായറാഴ്ചയും എനിക്ക് പോകാൻ പറ്റുന്നില്ല. മറുപടിയില്ല, എനിക്കറിയത്തില്ല. തമ്പുരാൻ എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം നന്നാക്കണം. പ്രാർത്ഥനയാകുന്ന യാഗപീഠം, ആരാധന. പലപ്പോഴും ഞാൻ ഈ പല പള്ളികളിൽ പോകുന്നുണ്ടായി കുഴപ്പം. ഒരിടത്ത് തന്നെ എല്ലാ കുഴപ്പമില്ല ബ്രദറെ. കാരണം പല പള്ളികളിൽ ചെല്ലുമ്പോൾ ഇവിടെയല്ല, പലരും ആരാധനയ്ക്ക് വരുന്ന ഒരു സമയമാകുമ്പോൾ എല്ലാ ആരാധനയും കഴിഞ്ഞ് പള്ളിയിലെ പ്രമാണികളൊക്കെയാ. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് പ്രസംഗം തുടങ്ങുമ്പോൾ ഒന്ന് കയറി വരും, കാഴ്ചക്കാരെ പോലെ. പ്രിയമുള്ളവര്, ഇതൊക്കെ എന്ത് കഷ്ടമാണെന്ന് ഞാൻ ആലോചിക്കും. ആരാധനയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഈ ആത്മാവിൽ ആരാധിച്ച് ഒന്ന് ബലപ്പെട്ട് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോഴുള്ള ഒരു സുഖം അല്ലേ അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണോ? ഒന്ന് ആത്മാവിലൊന്ന് ആരാധിച്ചൊന്ന് സന്തോഷിച്ച് വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോ എന്തോ ഒരു സുഖമാ, എന്തൊരു സ്വസ്ഥതയാ, എന്തോ ഒരു സന്തോഷമാ. അതെ, യാഹിലെ സന്തോഷം നമ്മുടെ ബലമായി മാറണം. നമ്മുടെ സന്തോഷം യാഹില, ഈ ലോകത്തിന്റെ ഒന്നുമല്ല. യാഹിലെ സന്തോഷം. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകേണ്ട സമയത്ത് ആരാധനയ്ക്ക് പോകണം. കല്യാണത്തിന് അത്യാവശ്യമുണ്ടോ പോണോ, ആരാധന കഴിഞ്ഞു പോ. ഞാൻ അതിനെതിര് പറയത്തില്ല. കാരണം ചില ഒബ്ലിഗേഷൻ ചിലർ നമുക്ക് ഒബ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ നമ്മൾ വെറുപ്പിക്കും. ആവശ്യമില്ലാത്ത ആളുകളെ വെറുപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആരാധനയ്ക്ക് പോകേണ്ടത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. ആരാധനയുടെ യാഗപീഠം ഇടിഞ്ഞു കിടക്കരുത്. ഞായറാഴ്ചകൾ മാത്രം ആരാധിക്കുന്നവരല്ല നാം. എല്ലാ ദിവസവും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. പ്രിയമുള്ളവരെ, എത്ര പറഞ്ഞാലും ആരാധിക്കുന്നതിന്റെ മഹത്വം എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല. ഞാനത് അനുഭവിക്കുന്ന ആളാണ്. ഞാൻ ഉറക്കെ ആരാധിക്കും. ഞാൻ കോളനിയിൽ താമസിക്കുന്നതിനുള്ള അറിയാമല്ലോ. ഞാൻ ഉറക്കെ ആരാധിക്കും. കേൾക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ലജ്ജ തോന്നുമായിരിക്കും, ഈ മനുഷ്യൻ എന്തിനാ കിടന്ന് അമർന്നു. പക്ഷെ എനിക്ക് എന്റെ തൊണ്ട വിട്ടുമാറി ഞാൻ ദൈവത്തെ ആരാധിക്കും. പണ്ടൊക്കെ ജനലും അടച്ചിട്ടൊക്കെ ആരാധിക്കത്തുള്ളൂ. ഇപ്പൊ ജനൽ തുറന്നിട്ട് തന്നെ ആരാധിക്കും. ഞാൻ എന്നുള്ള ലജ്ജിക്കുന്നേ? എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കാൽവറ യാഗമായി തീരാനും ലജ്ജിച്ചില്ല. എനിക്ക് വേണ്ടി നിന്ദയും പരിഹാസവും
അപമാനം ഏൽക്കാൻ എന്റെ കർത്താവ് ലജ്ജിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനും ലജ്ജിക്കണം? നമ്മുടെ സാക്ഷ്യത്തിന്റെ യാഗപീഠം ഇടിഞ്ഞ് കിടപ്പുണ്ടോ? 2025 എത്ര പേരോട് സുവിശേഷം പറയാൻ നമുക്ക് കഴിഞ്ഞു? ശാന്തമായി ഒന്ന് ചോദന ചെയ്താട്ടെ. നമ്മൾ ആരാധിച്ചു, നമ്മൾ ദൈവത്തെ സ്തുതിച്ചു, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. പക്ഷെ എത്ര പേരോട് സുവിശേഷം പങ്കുവെക്കാൻ? കേട്ടാലും കേട്ടില്ലെങ്കിലും അവരോട് കാഹളം പോലെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന്റെ അകൃത്യത്തെ കുറിച്ച് വിളിച്ചു പറയാൻ ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് സുവിശേഷം മറ്റുള്ളവരോട് പങ്കിടണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കയ്യിൽ കൊണ്ടു തരുവാൻ മക്കളെ. ഞങ്ങൾക്ക് അനുഭവമാണ്. ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് നാട്ടിൽ വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോ ട്രെയിനിൽ വെച്ച് ചെങ്ങന്നൂർന്ന് ഒരു കുടുംബം കയറിയപ്പോൾ മുതൽ ഇവളവരെ ശ്രദ്ധിക്കും. ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല. ആ യാത്ര അയക്കാൻ വന്നവരൊക്കെ ഭയങ്കര ടെൻഷനാണ്. കുറെ പേര് യാത്ര അയക്കാൻ വന്നിട്ടുണ്ട്. അവര് പല കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവര് അമ്മയും മോളും കൂടെ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് വന്നിരുന്നു. അവരുടെ മകള് ബാബയുടെ അടുത്ത് വന്നിരുന്നു. ഒരു വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന സഭയിലെ അംഗങ്ങളാണ്. തകർന്ന ഒരു കുടുംബം. അതിന്റെ മധ്യത്തിൽ നിന്ന് മകള് നേഴ്സിംഗിന് പഠിക്കാൻ പോവുക. ഫീസ് എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. ആകെ അനിശ്ചിതത്വമാണ്. ഒരു വഴിയുമില്ല. ആരൊക്കെയോ സഹായിച്ച ആദ്യത്തെ വർഷത്തെ ഫീസ് കുറച്ചു മാത്രം കൊടുത്തിട്ട് വണ്ടി കയറിയേക്കുക. അമ്മയാണെങ്കിൽ ടെൻഷന്റെ പുറത്ത് ടെൻഷനാ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാ. രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞ ആ ഭർത്താവ് ഉള്ളതിന് ഇല്ലതിനൊക്കുമേ അല്ല എന്തോ അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടല്ലോ, അതിന് തുല്യമാണ്. ബാബയുടെ അടുത്ത് വന്നിരുന്നു. എന്തോ ദൈവത്തിന്റെ ആത്മാവ് അവളോട് പറഞ്ഞു അവളോട് സംസാരിക്കാൻ. ബാബ ഇടപെട്ടു. ചോദിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടാണെന്നോ ചോദിച്ചപ്പോൾ അത് പറയുന്നത് സ്നാനപ്പെട്ടില്ല. കാരണം രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക എന്ന് അത് വിചാരിച്ചേക്കുന്നു. ബാബ പറഞ്ഞു അങ്ങനെയല്ല മോളെ, ആദ്യം രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ രണ്ടാമതാ സ്നാനപ്പെടേണ്ടത്. ആ കുഞ്ഞിനോട് സുവിശേഷം പറഞ്ഞു. എറണാകുളത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നതിന് മുമ്പ് രക്ഷയുടെ വാചകം പറഞ്ഞു കൊടുത്ത് അവളെ ദൈവകൃപയിലേക്ക് നടത്തി. ഞങ്ങൾ ഇപ്പോഴും അവളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആഗ്രഹത്തോടെ കർത്താവ് എനിക്ക് ആത്മാക്കളെ തരണം. ജോൺ നോക്സിനെ കുറിച്ച് പറയുന്നത്, ജോൺ നോക്സ് പ്രാർത്ഥിക്കുമായിരുന്നു, ലോർഡ് ഗിവ് മീ സ്കോട്ട്ലൻഡ് or else I will die. കർത്താവെ എനിക്ക് സ്കോട്ട്ലൻഡിനെ തരണം, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. നമുക്ക് ഈ ഒരു ബർഡൻ ഉണ്ട്. Give me കാക്കനാട്, give me എറണാകുളം, give me കേരള, give me ഇന്ത്യ. ഈ ആത്മഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മഭാരമൊക്കെ കുറഞ്ഞു പോയില്ലേ? നമ്മളിതൊക്കെ ഇരുന്ന് കേട്ട് തലയാട്ടും. എത്രത്തോളം നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ യാഗപീഠം ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ യാഗപീഠത്തിന്റെ കല്ല് നമുക്കൊന്ന് എടുത്തു വെക്കാം. പ്രാർത്ഥനയുടെ യാഗപീഠം, കൂട്ടായ്മയുടെ യാഗപീഠം, സാക്ഷ്യത്തിന്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്ന ഏത് യാഗപീഠമാണെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് 2026 പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ യാഗപീഠം നമുക്കൊന്ന് പുതുക്കി പണിയാം. പുതുക്കി പണിഞ്ഞ ശേഷം ഏലിയാവ് ചെയ്ത ആ യാഗപീഠത്തിന്മേൽ കാളെ കണ്ണം കണ്ടമായി നുറുക്കി. ഏലിയാവോടെ ചെയ്യുന്നതൊക്കെ ഭയങ്കര എത്ര ധൈര്യശാലിയാന്ന് ഞാൻ വിചാരിക്കും. അടുത്ത നിമിഷത്തിൽ ഏലിയാവ് ധൈര്യമൊക്കെ പോയി, അത് വേറെ കാര്യം, അതല്ല നമ്മുടെ വിഷയം. പക്ഷെ ആ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ഒരു ചുറ്റും തോട് കുഴിച്ച് വെള്ളം അതിൽ നിറച്ച് ഏലിയാവ് നീണ്ട പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല. ഒറ്റ പ്രാർത്ഥന. ആകാശത്തു നിന്ന് തീയിറങ്ങി യാഗപീഠവും യാഗവസ്തുവും ദഹിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ നാടുകളിൽ ദൈവസന്നിധിയിൽ നിന്ന് തീ ഇറക്കുന്ന ഏലിയാവുമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാനും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഒരിക്കലും ദൈവദാസനും പ്രസംഗിച്ചു. എത്രയോ ശരിയാണ്. കർത്താവിനെ ഒരു പൈതലിനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതിന് ലിമിറ്റ് ഉണ്ടോ പ്രിയമുള്ളവരെ? അതിനൊരു ലിമിറ്റ് ഇല്ല. നമ്മുടെ ദൈവം എൽ ഷദ്ദായിയാണ്, സർവശക്തനാണ്.
അവൻ അസാധ്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കല്ലുകൾ എവിടെയെങ്കിലും ഇടിഞ്ഞു കിടപ്പുണ്ടോ? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ആ യാഗപീഠത്തിന്റെ കല്ല് നമുക്ക് എടുത്തു വെക്കാം. നമുക്ക് യാഗപീഠം പണിയാം. ആ യാഗപീഠത്തിന്മേൽ നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കാം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് ന്യായരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവകാര്യങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകാര്യങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വരി പാട്ടുകൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി നമ്മളെ തന്നെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം. സർവ്വവും യേശുനാഥന സമർപ്പണം ചെയ്തിടും ഞാൻ. സർവ്വവും യേശുനാഥന സമർപ്പണം ചെയ്തിടുന്നു എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയോ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവ്വവും യേശുനാഥന ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ഭാവിയും നീ എനിക്കു തരുന്നതൊക്കെയും നീ എനിക്കു തരുന്നതൊക്കെയും സർവ്വവും യേശുനാഥന സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവ്വവും യേശുനാഥന സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സത്യപിതാവിനെ വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ആരാധിപ്പാനും തന്ന പുതിയ സമയത്തിനായി സ്തോത്രം. ഈ സാവകാശത്തിനായി സ്തുതിക്കുന്നു അപ്പാ. പിതാവേ, നിന്റെ നിത്യാസ്നേഹം കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ നിത്യാസ്നേഹനായി സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ജീവൻ വില കൊടുത്ത് ഹല്ലേലൂയ. ആ സ്നേഹം ഞങ്ങൾക്ക് പകരനായി സ്തോത്രം. ആ സ്നേഹത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ആത്മരക്ഷയ്ക്കായി സ്തോത്രം. ആത്മരക്ഷയുടെ ഫലമായി ഞങ്ങൾക്ക് തന്ന വിശ്വാസത്തിനായി സ്തോത്രം. ആ പ്രത്യാശയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. ആമേൻ. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിച്ച നിത്യാസ്നേഹത്തിൽ ആമേൻ. ഞാൻ ആയുഷ്കാലം മുഴുവൻ ജീവിപ്പാൻ ആമേൻ. നീ ഒരുക്കി തന്ന എല്ലാ ഭാഗങ്ങൾക്കായി സ്തോത്രം. നിങ്ങൾ ആരാധിപ്പാൻ നീ കൃപ തന്നു. ആമേൻ. തിരുവെഴുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ. ഞങ്ങളുടെ ജാഗ്രതയുടെ ഫലം വലുതാണെന്ന് ഞങ്ങൾക്ക് ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളെ ഓർമ്മിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ആരാധനയുടെ സമയം ആമേൻ. ദീർഘിപ്പിക്കണം. കർത്താവേ, പ്രാർത്ഥനയുടെ സമയം ദീർഘിപ്പിക്കണം. ആമേൻ. സാക്ഷ്യത്തിന്റെ സമയം ദീർഘിപ്പിക്കണം. ആമേൻ. കർത്താവിന്റെ സന്നിധിയിലിരിക്കുന്നതിന്റെ സമയം ദീർഘിപ്പിക്കണം. ആമേൻ. കർത്താവേ, മറ്റുള്ളവരുടെ സുവിശേഷം ഷെയർ ചെയ്യുവാൻ ആമേൻ. കർത്താവിനെ ഷെയർ ചെയ്യുവാൻ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ബാധിക്കാത്ത ആമേൻ. കാര്യങ്ങൾ 24 ചെയ്ത് പൂർത്തീകരിക്കപ്പെടുവാൻ ഹല്ലേലൂയ. ഞങ്ങളോട് അന്ന് ആഹ്വാനത്തിനായി ആമേൻ. അപ്പാ. കർത്താവേ, ഞങ്ങൾ ഇത് തിരഞ്ഞെടുത്തതല്ല. ആമേൻ. ദാസങ്ങളുടെ നീ തന്ന പരിശുദ്ധാത്മാവിന്റെ ആമേൻ. ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ. ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളുടെ പ്രകാരം ഇടപെടുന്നു. ആമേൻ. പ്രകാരം ദൈവസന്നിധിയിലെ സമ്മതത്തിലേക്ക് വരുവാൻ ഹല്ലേലൂയ. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ഇതിന്റെ സന്നിധിയിൽ ചിന്തിച്ച് നിങ്ങളുടെ തീരുമാനങ്ങളെ ഒന്നുകൂടെ പുനഃപ്രതിഷ്ഠിക്കുവാൻ ആമേൻ. പ്രാർത്ഥിക്കുന്നു. ആ പ്രദേശത്തിലേക്ക് നയിച്ച എല്ലാവർക്കായി സ്തോത്രം. നിദാസനായി അപ്പാ. സ്തോത്രം. എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. സകലരെയും അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കുക. ആമേൻ. അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ആമേൻ. സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുകയോ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആമേൻ.